ജീവിതം വഴിമുട്ടിയ കുടുംബത്തിന് പ്രതീക്ഷയുടെ വെളിച്ചമാവുകയാണിവൾ. പ്രതിസന്ധികളുടെ ഇരുട്ടിൽ നിന്ന് തെളിഞ്ഞ പ്രകാശമായി വീടിൻ്റെ വെളിച്ചമായി മാറിയ 5ാം ക്ലാസ്സുകാരി ഗൗരി ഗാവേഷ്. അപകടത്തിൽ പരിക്കേറ്റ് അച്ഛൻ ചികിത്സയിലായപ്പോൾ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗവും നിലച്ചു. ഇതോടെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ആ കുഞ്ഞു ചുമലിൽ അവൾ ഏറ്റുവാങ്ങി. കളിയും ചിരിയും നിറയേണ്ടുന്ന ബാല്യം, പേനയും പെൻസിലും കളിക്കോപ്പുകളും ഏന്തേടുന്ന കുരുന്ന കൈകൾ. പക്ഷേ അവൾ മുറുകെ പിടിച്ചതാകട്ടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന സോൾഡറിംഗ് അയൺ. LED ബൾബ് നിർമ്മാണമായിരുന്നു വീടിൻ്റെ വരുമാന മാർഗം. അച്ഛൻ്റെ പരിക്ക് മൂലം ഇത് നിലച്ചതോടെ അവൾ 3ാം ക്ലാസ്സിലെ അവധിക്കാലത്താണ് ആദ്യമായി ബൾബ് നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നത്. ഒരു ദിവസം ഞാൻ അച്ചാടിക്ക് ചോദിച്ച് എന്താ നമ്മുടെ വീട് പണി മാത്രം എന്താ നടക്കാത്തതെന്ന്. അപ്പോൾ അച്ചായ പറഞ്ഞ് വീട് പണി നടത്താൻ ബൾബ് വിറ്റ് പൈസ കിട്ടിക്കഴിയുമ്പോൾ വീട് പണി നടത്താമെന്ന് പറഞ്ഞ് പിന്നെ അച്ചായിക്ക് കൈ മേലാതെ വന്ന് അപ്പോൾ ഞാൻ സഹായിക്കാൻ തുടങ്ങി. ഞാൻ 3ാം ക്ലാസ്സിലെ വെക്കേഷൻ മുതലാണ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം 5ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ട്യൂഷനും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബൾബ് ഉണ്ടാക്കും. ഇപ്പം എൻ്റെ അനിയത്തി എന്നെ സഹായിക്കും. അച്ഛൻ ചെയ്ത് കാണിച്ചത് കണ്ടു പഠിച്ചായിരുന്നു തുടക്കം. ഇന്ന് സ്കൂൾ വിട്ട് വീട്ടിലെത്തി ട്യൂഷനും പഠനവും കഴിഞ്ഞാൽ പിന്നെ നേരെ എത്തുന്നത് പണിപ്പുരയിലേക്കാണ്. സോൾഡറിങ് ചെയ്യുന്നതും സോക്കറ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്നതും ഉൾപ്പെടെ എല്ലാം തികഞ്ഞ പ്രൊഫഷണൽ രീതിയിൽ ചെയ്തു തീർക്കും. 2 വർഷങ്ങൾക്കിടയിൽ നിരവധി അനുമോദനങ്ങളും ഗൗരിയെ തേടിയെത്തി. ഇന്ന് ചേച്ചിയുടെ പാത പിന്തുടർന്ന് അനുജത്തി 2ാം ക്ലാസ്സുകാരി ശരണ്യയും LED ബൾബ് നിർമ്മാണത്തിലൊപ്പമുണ്ട്. 2 പേരും കൂടി 50-നടുത്ത് ബൾബുകളാണ് ദിവസവും നിർമ്മിക്കുന്നത്. ഈ ബൾബുകൾ ഓൺലൈൻ വഴി വിറ്റഴിച്ച് കിട്ടുന്ന പണമാണ് ഇന്ന് ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗം. ഈ വെളിച്ചമാണ് ഗൗരിയുടെ പ്രതീക്ഷ. പ്രതിസന്ധികൾ ഈയാമ്പാറ്റകളെ പോലെ എത്ര വട്ടം ചുറ്റിയാലും ഒളിമങ്ങാതെ അവൾ പ്രകാശിക്കും. ആലപ്പുഴയിൽ നിന്നും ആർ ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.